ഹലോ, വെൽക്കം ടു സൈബർ സ്ക്വയർ. ഇന്ന് നമുക്ക് HTML പുതിയൊരു എപ്പിസോഡിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് HTML 5.0 എന്ന് പറയുന്ന വേർഷനാണ്. അതായത് കഴിഞ്ഞ സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് HTML 4.0 ആയിരുന്നു. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് HTML 5.0 എന്ന് പറയുന്ന വേർഷനെ പറ്റിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് HTML 5.0 വേർഷനിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, അതായത് 4.0 നിന്നും 5.0ലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ കേസിൽ HTML 5.0ൽ നമുക്ക് സെമാൻറ്റിക് എലമെൻറ്റ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സെമാൻറ്റിക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് മീനിങ് ഫുൾ ആയിട്ടുള്ള എലമെൻറ്റുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതായത് മീനിങ് ഫുൾ ആയിട്ടുള്ള ടാഗുകൾ. HTML 4.0ൽ നമ്മൾ സാധാരണ ഡിവ് അല്ലെങ്കിൽ സ്പാൻ എന്നീ ടാഗുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഏരിയ ഒക്കെ സ്പെസിഫൈ ചെയ്തിരുന്നത്. പക്ഷേ HTML 5.0ലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള ടാഗുകൾ ലൈക്ക് ആർട്ടിക്കിൾ, എസൈഡ്, സെക്ഷൻസ് എന്നീ ടാഗുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വേറൊരു പുതിയ ഫീച്ചർ HTML 5.0ൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഓഡിയോ വീഡിയോ സപ്പോർട്ടാണ്. ഓഡിയോ വീഡിയോ സപ്പോർട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് പണ്ടത്തെ HTML 4.0ലാണെങ്കിൽ നമുക്ക് ഐഫ്രെയിമുകൾ ഉപയോഗിച്ചുകൊണ്ട് ആണ് സാധാരണഗതിയിൽ നമ്മൾ വീഡിയോസിനെയൊക്കെ ലോഡ് ചെയ്തിരുന്നത്. എന്നാൽ HTML 5.0 വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഓഡിയോ അതേപോലെ തന്നെ വീഡിയോ ഈ തരത്തിലുള്ള കാര്യങ്ങളെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഓഡിയോ വീഡിയോ ടാഗുകൾ നമുക്ക് അവൈലബിൾ ആണ്. സോ ആ ടാഗുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഡിയോ വീഡിയോ ഫയൽസിനെ നമുക്ക് ഡയറക്റ്റ് HTML 5ൽ ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് ക്യാൻവാസ് എലമെൻറ്റ്സ് ആണ്. ക്യാൻവാസ് എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രോയിങ് പർപ്പസിനും അതേപോലെ തന്നെ ഗെയിമിംഗ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് ക്യാൻവാസ് എലമെൻറ്റ്സിനെ HTML 5ൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് വരുന്നത് ജിയോ ലൊക്കേഷൻ APIs ആണ്. ജിയോ ലൊക്കേഷൻ APIs സാധാരണ നിങ്ങൾക്കറിയാം, നമ്മളുടെ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ വെബ് പേജ് ആക്സസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ലൊക്കേഷൻ ഇപ്പം ഷെയർ ചെയ്ത് ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്ന ടാഗ് എലമെൻറ്റ്സ് ആണ് ജിയോ ലൊക്കേഷൻ APIs. ആ ഫീച്ചർ HTML 5.0ൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ഫീച്ചറാണ് ലോക്കൽ സ്റ്റോറേജ്. ലോക്കൽ സ്റ്റോറേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ 4.0ലാണെങ്കിൽ HTML 4.0ലുള്ള നമ്മളുടെ യൂസർ ഡേറ്റ കളക്ഷൻ പോയിന്റുകളിലൊക്കെ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ബാക്കെൻഡിലുള്ള APIസിലേക്കോ അല്ലെങ്കിൽ ബാക്കെൻഡിലുള്ള സ്ക്രിപ്റ്റിലേക്കോ അയച്ചാൽ മാത്രമേ നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ HTML 5.0ൻ്റെ ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് അത് നമുക്ക് ക്ലയൻറ്റ് സൈഡിൽ തന്നെ താൽക്കാലികമായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ അതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് മാക്സിമം ഒരു എമൗണ്ട് ഓഫ് ഡാറ്റ മാത്രമേ, അതായത് മീൻസ് അതിനൊരു മാക്സിമം ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിലുള്ള ഡാറ്റ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സിങ്ക്രണൈസ് ചെയ്തിട്ട് നമുക്ക് കണക്ഷൻ അവൈലബിൾ ആകുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ സെർവറിലേക്ക് പുൾ ചെയ്യാൻ പറ്റും. ദെൻ വേറൊരു ഫീച്ചർ എന്നുള്ളത് റെസ്പോൺസീവ് ഇമേജസ് ആണ്. റെസ്പോൺസീവ് ഇമേജസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമുക്ക് HTML 4.0ലാണെങ്കിൽ നമ്മളുടെ സ്ക്രീനിൻ്റെ, അതായത് വ്യൂ പോർട്ടിൻ്റെ സൈസ് അനുസരിച്ച് ഡിഫറെൻറ്റ് ഇമേജുകൾ ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അതിന് നമുക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെയോ അല്ലെങ്കിൽ CSSൻ്റെയോ സഹായം വേണം. പക്ഷേ HTML 5 ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസ്പോൺസീവ് ആയിട്ടുള്ള SRC സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് റെസ്പോൺസീവ് ആയിട്ടുള്ള ഇമേജുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രീനിൻ്റെ സൈസിനനുസരിച്ച് ലോഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെയുള്ളത് വെബ് വർക്കേഴ്സ് ആണ്. വെബ് വർക്കേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ലോഡ് കൂടിയ HTML ആപ്ലിക്കേഷൻസൊക്കെ, അതായത് മീൻസ് ബാക്കെൻഡിൽ നിന്ന് വലിയ ലോഡ് കൂടിയ ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ HTML പേജിൽ ലോഡ് ചെയ്യുന്ന സമയത്ത് വെബ് പേജിൻ്റെ ഇൻട്രാക്ഷൻസിൽ കുറേ സ്ലോനെസ് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസൊക്കെ വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെബ് വർക്കേഴ്സ് എന്ന് പറയുന്ന കാര്യം യൂസ് ചെയ്യുന്നത്. പിന്നെയുള്ള വേറൊരു ഫീച്ചറാണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് APIs. നിങ്ങൾക്കറിയാം, വിക്സ് പോലെയുള്ള ആപ്ലിക്കേഷൻസിൽ നമുക്ക് വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് നമ്മളുടെ വെബ് പേജുകളിലെ പല സ്ഥലങ്ങളിൽ നിന്നും ഈ കണ്ടൻറ്റുകളെ നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മെത്തേഡിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് ലെവലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മേ ബി ഓരോ കോമ്പണൻസിനെയൊക്കെ ഡ്രാഗ് ചെയ്ത് ഓരോ സർക്യൂട്ട് ബോർഡിലേക്ക് നമുക്ക് ലൈവായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും.
ഈ തരത്തിലുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് API എന്ന് പറയുന്ന ഫീച്ചർ. പിന്നെയുള്ളത് ഫോം എൻഹാൻസ്മെൻ്റ് ആണ്. അതായത് HTML 5.ൽ നമുക്ക് ഒരുപാട് അഡീഷണൽ ഫോം എലമെൻറ്റ് ടാഗുകൾ യൂസ് ചെയ്ത് വരുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് കളർ ടാഗുകൾ, അതുപോലെ തന്നെ ഡേറ്റ് ടാഗുകൾ, ഈ തരത്തിലുള്ള അഡീഷണൽ ടാഗുകളൊക്കെ നമുക്ക് HTML 5.0യുടെ ഫോം എലമെൻറ്റ്സ് ആയിട്ട് ലോഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. പിന്നെയുള്ളതാണ് വെബ് സോക്കറ്റ്സ്. അതായത് സ്ട്രീമിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്, അതായത് പിയർ ടു പിയർ കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് HTML ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് വെബ് സോക്കറ്റ്സ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ വെബ് സോക്കറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിയർ ടു പിയർ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും അതുകൂടാതെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് സ്ട്രീമിംഗ് സെർവേഴ്സിലേക്കൊക്കെ കമ്മ്യൂണിക്കേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും പറ്റും. അതിനു വേണ്ടിയിട്ടാണ് വെബ് സോക്കറ്റ്സ് ഉപയോഗിക്കുന്നത്. പിന്നെയുള്ളത് മൈക്രോ ഡാറ്റയാണ്. ഇപ്പം HTML 4.0ൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ്റെ ഡേറ്റ അത് നമുക്ക് അതിൽ പിന്നെയും സബ് ഡാറ്റകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലിസ്റ്റ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ജാവാസ്ക്രിപ്റ്റിൻ്റെ സഹായം ഇല്ലെങ്കിൽ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ലോഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ മൈക്രോ ഡാറ്റ എന്ന് പറയുന്ന HTML 5.0ൻ്റെ ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ കറക്റ്റായിട്ട് ലോഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെയുള്ളതാണ് ക്രോസ് ഡോക്യുമെൻറ്റ് മെസ്സേജിങ്. ക്രോസ് ഡോക്യുമെൻറ്റ് മെസ്സേജിംഗ് എന്ന് പറയുന്നത് നമുക്കിപ്പം ആപ്ലിക്കേഷൻ ഒരു സിംഗിൾ സെർവറിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ക്ലയൻറ്റ് സൈഡിൽ നിന്നും നമുക്ക് മറ്റു പല, അതായത് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസൊക്കെ ലോഡ് ചെയ്തെടുത്ത് എന്തെങ്കിലും ഒരു കാര്യം പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് HTML 4.0ൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ HTML 5.0ലേക്ക് വരുന്ന സമയത്ത് ക്രോസ് ഡോക്യുമെൻറ്റ് മെസ്സേജിംഗ് എന്ന് പറയുന്ന ഫീച്ചർ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതുമൂലം മറ്റുള്ള സെർവറുകളിലുള്ള ഡാറ്റ, അതായത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലുള്ള ഡാറ്റയൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത്രയാണ് HTML 5.0യുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രാക്ടിക്കൽ സെഷൻ നമ്മൾ അടുത്ത സെഷനിൽ, അതായത് അടുത്ത വീഡിയോയിൽ നമ്മൾ പബ്ലിഷ് ചെയ്യും. തീർച്ചയായിട്ടും വാച്ച് ചെയ്യാം. താങ്ക് യു.